നമസ്കാരം എല്ലാവർക്കും. ടാറ്റാ ചേട്ടന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി ട്രിപ്പിലാണ്. നമ്മൾ ഫാമിലി ആയിട്ട് ഇന്ന് ഒരു പിക്നിക്കിനാണ് പോകുന്നത്. ഒരു പുതിയൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥലങ്ങൾ നോർത്ത് ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഒരു കലവറയാണ്. അങ്ങനെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ ഇതുവരെ ഫാമിലി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ഞങ്ങളെല്ലാവരെയും കാണിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. എൻ്റെ ഒരു ചെറിയ ലോഗോ എന്ന് പറഞ്ഞാൽ ഇവരാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വൈഫ് റീന, ഇതെൻ്റെ മോള് ജോയാന, ഇതാണ് എൻ്റെ മകൻ ജൊഹാൻ. അപ്പം ഇതാണ് നമ്മുടെ ഫാമിലി. വൈഫ് ഒരു ടീച്ചറാണ്. അപ്പം എല്ലാ ട്രിപ്സിലൊന്നും നമ്മുടെ കൂടെ കൂടാനായിട്ട് പറ്റുന്നില്ല. കാരണം ടീച്ചർ ആയതുകൊണ്ട് ഇപ്പോൾ ഓൺലൈൻ സ്റ്റഡിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഫുൾ ടൈം ബിസിയാണ്. പിന്നെ 2 പിള്ളേരെ നോക്കുമ്പോൾ അറിയാമല്ലോ, കംപ്ലീറ്റ് ദിവസം തന്നെ ഇവരുടെ പുറയിൽ അങ്ങ് കംപ്ലീറ്റ്. അതുകൊണ്ട് എല്ലാ ട്രിപ്സൊന്നും നമ്മുടെ കൂടെ വരാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്നിടത്തോളം അവധി ഉള്ളപ്പോഴെല്ലാം നമ്മൾ ഒരുമിച്ച് ട്രിപ്പ് ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഒരു വേറെ വഴിയിലോട്ട് കയറി. അകത്തോട്ട് മെയിൻ റോഡിൽ നമ്മളൊരു ബൈഫർക്കേറ്റ് ചെയ്ത് അകത്തോട്ട് കയറി. ആ വഴി നോക്കിയാൽ ഭയങ്കര തിക്ക് ഫോറസ്റ്റ് ആണ്. പക്ക ഫോറസ്റ്റ്, തിക്ക് ഫോറസ്റ്റ് ആണ്. അതിനകത്തോടാണ് കയറിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ വെൽക്കം ടു ചപ്രമാരി വൈൽഡ് ലൈഫ് സാങ്ച്വറി. വേറൊരു ദിവസം ഞാൻ ഇവിടുത്തെ വൈൽഡ് ലൈഫ് സഫാരി ഒക്കെ കവർ ചെയ്യും. അപ്പം നമുക്ക് സൂപ്പറായിട്ട് എക്സ്റ്റെൻസീവായിട്ട് ഇവിടുത്തെ വൈൽഡ് ലൈഫ് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഒത്തിരി റിസർവ്ഡ് നാഷണൽ ഫോറസ്റ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. രാത്രിയും രാവിലെയും ഒക്കെ ഈ വഴി വന്നു കഴിഞ്ഞാൽ നിറച്ച് കാട്ടാനയാണ് ഇവിടെ. വഴിയിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എലിഫന്റ് ക്രോസിംഗ് ഉണ്ടെന്നും കാട്ടാനയും പുലിയും അങ്ങനെ വേണ്ടിയ എല്ലാ വന്യമൃഗങ്ങളും ഉള്ള ഒരു കനത്ത ഫോറസ്റ്റ് ആണ്. നല്ല വെയിലാണ് ആക്ച്വലി. പക്ഷേ ഈ മരങ്ങൾ കാരണം നമുക്ക് വെയിലൊന്നും അടിക്കാതെ ഒരു നല്ല സൂപ്പർ ഒരു കൂൾ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പോകാൻ സാധിക്കും. അതാണ് മരങ്ങളുടെ ഒരു പ്രയോജനം. നമ്മുടെ സിറ്റീസിലൊക്കെ മരങ്ങളൊക്കെ വെട്ടി നമ്മൾ കംപ്ലീറ്റ് ബിൽഡിങ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. ഇത്രയും നല്ലൊരു ഷെയ്ഡും നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എയർ തന്നെ ഒരു പ്യുവർ എയർ ആണ്. ഒരു പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ. റോഡ് ആ ബ്രിഡ്ജിന്റെ അവിടെയാണ് റോഡ്. ശരിക്കും പറഞ്ഞാൽ അവിടെ വേണമെങ്കിലും വണ്ടി നിർത്താം. പക്ഷെ നമ്മളിങ്ങനെ ഒരു ഓഫ് റോഡ് പോലെ ഒരു സംഭവം ഉണ്ട്. അതുവഴി ഇങ്ങനെ സൈഡിൽ കൂടെ കയറ്റി നമ്മുടെ വണ്ടി ഇങ്ങനെ ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് സൈഡ് വരെ കൊണ്ടുവന്നു. നമ്മുടെ ഓൾമോസ്റ്റ് റിവറിന്റെ അറ്റം വരെ നമ്മുടെ ടിയാഗോ കൂട്ടൻ നല്ല അടിപൊളിയായിട്ട് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി റിവർ. സെറ്റപ്പ് റിവർ എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് റിവറാണ്. നല്ല ക്ലീൻ വെള്ളമാണ്. ഇപ്പം ഇച്ചിരി ഒരു ഒഴുക്കുള്ളത് കൊണ്ട് ഈ ലെവലിലുള്ള വെള്ളമാണ്. പക്ഷേ ഒരു വിൻ്റർ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒഴുകുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. അടിയിലത്തെ ഓരോ കല്ലുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ക്ലിയർ വെള്ളമായിരിക്കും. അപ്പോൾ വേണ്ട, നിങ്ങൾ നോക്കിയുണ്ട് ഇത്ര ഫുള്ള് റോക്സ് ആണ്. ഇങ്ങനെ റിവറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വലിയ വലിയ ബോൾഡറുകൾ, വലിയ റോക്ക് പാറ കല്ലുകൾ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം. അതൊരു നല്ലൊരു പ്രത്യേക ഒരു അടിപൊളി ലുക്കാണ്. ചുറ്റുപാട് ഫുള്ള് മൗണ്ടൻസ് ആണ്, മലയാണ്. ആ മൗണ്ടൻസ് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു അടിപൊളി റിവർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നദിയുടെ സൈഡിൽ ഇങ്ങനെ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇച്ചിരി തണലുണ്ടായിരുന്നു. ഇപ്പം ഇച്ചിരി വെയിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇരുന്ന് ഇച്ചിരി സ്നാക്സും പരിപാടിയൊക്കെ, ഇവിടെ അടുത്ത കടകളൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. മിക്സ്ചറുണ്ട് ഇവിടെ, നമ്മുടെ കേരള മിക്സ്ചർ, നമ്മുടെ ബനാന ചിപ്സ്, ഇതൊക്കെ നമുക്ക് ഏറ്റവും പിടിച്ച സംഭവമാണ്. പിന്നെ കുറച്ച് മറ്റ് ചിപ്സുകളും കാര്യങ്ങളും, ഇവിടെ ലഡുവും, അങ്ങനെ കുറച്ച് സംഭവമായിട്ട് ഞങ്ങളിങ്ങനെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളത്തിൽ ചാടാൻ പോവാണ്. അപ്പം വെള്ളത്തിലൊന്ന് എൻജോയ് ചെയ്യണം. നല്ല രസമായിരിക്കും. നല്ല ക്ലീൻ വെള്ളം കണ്ടിട്ട് നല്ല കൊതി വരുന്നത്. അതിനകത്ത് ചാടാനായിട്ട് തോന്നുന്നു. ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ ജീൻസും കാര്യങ്ങളും ഒക്കെ നനയായിരിക്കാനായിട്ട് ഷോർട്ട് സെയിലായിട്ടുണ്ട്. ഈ സൈഡിൽ വെള്ളം കുറവാണ് തീരെ. ആ സൈഡിലൊക്കെ നല്ല ഒഴുക്കാണ്. അപ്പുറത്തെ വശത്തൊക്കെ നല്ല ശരിക്കും പറഞ്ഞ ഒഴുക്കാണ്. चप्पल उतार दो, चप्पल ऊपर ही उतार दो, नहीं तो चप्पल चला जाएगा. ये भी ठंडा है पानी, एकदम ठंडा है. एकदम ठंडा है ना. ये ഒഴുകി വരുന്ന വെള്ളമായിട്ട് നല്ല തണുപ്പാണ്, ശരിക്കും തണുപ്പാണ്.
देख के बेबी, हाँ गिरना नहीं है. അപ്പോൾ കുഞ്ഞെ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന ബേബി എന്നാണ്. ഇവർക്ക് മലയാളം ഒന്നും അറിയത്തില്ല. വൈഫിനാണെങ്കിലും മലയാളം ഒന്നും പറയത്തില്ല കേട്ടോ. നമുക്ക് എല്ലാം മനസ്സിലാവും, മലയാളമൊക്കെ പറയുന്ന എല്ലാം മനസ്സിലാവും. നോർത്ത് ഇന്ത്യയിൽ തന്നെ എല്ലാം ജനിച്ചു വളർന്നുകൊണ്ട് മലയാളമൊക്കെ പറയാൻ അത്ര വശമില്ല. അപ്പോൾ പിള്ളേരാണെങ്കിലും വീട്ടിൽ നമ്മളെല്ലാം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളി. ഇപ്പോൾ ഈ റിവറിൻ്റെ നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് ബോൾഡേഴ്സാണ്. ഇങ്ങനെ അടിപൊളി പാറ ഇങ്ങനെ കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വെള്ളം അടിപൊളിയായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത്. ഇത് നമ്മളൊരു കല്ലുകളാണ്, വലിയ വലിയ കല്ല്. അല്ല ഈ സൈഡ് കണ്ടോ, ഇവിടെ നല്ല ഒരു ഒഴുക്കുണ്ട്. ഫുള്ള് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അവിടുന്ന് സ്ഥലം കാലിയാക്കി. കാരണം അവിടെ 2 ചേച്ചിമാരവിടെ ഒന്നവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അവർക്ക് കുളിക്കാനോ മറ്റോ ആയിരിക്കും. അപ്പം നമ്മളവിടെ വെറുതെ ശല്യപ്പെടുത്തുന്ന എന്തിനാ, നമുക്ക് സ്ഥലം കാലിയാക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ആ ചെറിയ സ്ട്രീമിലോട്ട് വന്നു. ആ വലിയ സ്ട്രീമിൽ നിന്ന് മാറി പിള്ളേരൊക്കെ കളിക്കുന്ന വെള്ളത്തിൽ കളിക്കുന്ന സ്ഥലം അവിടെ ആകുമ്പോൾ വലിയ ഡേഞ്ചർ ഇല്ല. അതുകൊണ്ട് പിള്ളേരൊക്കെ ഇവിടെ കളിക്കുന്നത്. അങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്. വണ്ടിക്കകത്ത് എപ്പോഴും എൻ്റെ ഒരു ഫിഷിംഗ് റോഡ് കിടക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലത്തൊക്കെ നല്ല റിവറും എല്ലാം കിട്ടിയാൽ ഫിഷിംഗ് ചെയ്യാമെന്ന് വിചാരിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്പോട്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല ഫിഷ് കിട്ടുമെന്ന്. പക്ഷേ എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കൊണ്ട് എറിഞ്ഞ് നോക്കാമെന്നുള്ളൊരു ഫീലിംഗ് വന്നു. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ചൂണ്ട ഫൈനലി ഇട്ട് കഴിഞ്ഞു. ഇവിടെ ഇച്ചിരി ചെറിയ താഴ്ച ഉണ്ടെന്നാണ് നമ്മുടെ ഭായിമാർ പറഞ്ഞത്. അപ്പോൾ കൂടെ നമുക്ക് 2 ഭായിമാരും കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. हमारे 2 भैया लोग हमें मिला यहाँ पे मछली पकड़ने के लिए. यहाँ पर इजी होगा, मिलेगा बोल के हमको सजेशन दिया. आपका नाम बताइए. मेरा नाम कवि उपाध्याय है. ओके, कवि उपाध्याय. आपका नाम? प्रवन ढुंगेल. आपका घर इधर पास में ही है ना? पास में ही हो. तो ഇവിടുത്തുകാർ തന്നെയാണ്. അപ്പം നമ്മളോട് പറഞ്ഞു ഇവിടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ചാൻസസ് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ചൂണ്ട അത്ര കൂടിയ സെറ്റപ്പ് ഒന്നും അല്ല, ഒരു നോർമലാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പിടിച്ചിട്ട് ഇതുവരെ ഒന്നും കിട്ടിയില്ല, ഒരു മീനെ പോലും കിട്ടിയില്ല. അപ്പം ഭായ് ട്രൈ ചെയ്യാണ്, ലക്ക് ട്രൈ. ഭായ് നോക്കട്ടെ, രാശിയുള്ളവനാണെന്നാണ് തോന്നുന്നത്. ചിലപ്പം നമുക്ക് മീനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഭായ് ട്രൈ ചെയ്യണം. അപ്പം ഫുൾ സപ്പോർട്ടുണ്ട്, നമ്മുടെ ഭായിമാരെല്ലാം കൂടെ ഉണ്ട്, അടിപൊളിയായിട്ട് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒരു ടീമായി, ഒരു ഫിഷിംഗ് ടീം തന്നെ ആയിരിക്കുകയാണ് ഇവിടെ. ചാൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം നമ്മുടെ മീന് ആട്ട തിന്നേച്ച് പോയി, തീറ്റി എടുത്തോണ്ട് പോയി. ഭായിമാരപ്പം നല്ല ആവേശത്തിൽ തന്നെയാണ്. നമ്മുടെ ആട്ടം ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആട്ടം കൊണ്ട് കാര്യം നടക്കുന്നില്ല. മീൻ കൊത്തിക്കൊണ്ട് പോവാണ്, പക്ഷെ നമുക്ക് സംഭവം കിട്ടുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ ഇപ്പോൾ വിര തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സക്സസ്ഫുൾ. നമുക്ക് അങ്ങനെ ഫൈനലി വിര കിട്ടിയിട്ടുണ്ട്. ഇനി വിരയും കൊണ്ട് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മൾ വിരയും കൊണ്ട് ട്രൈ ചെയ്യാം. अच्छा, मिलने से बढ़िया आप आज रात को मछली फ्राई खाएगा. हाँ नहीं सही है. നമ്മുടെ ഭായ് ഫുള്ള് വാശിയിലാണ്. അടിപൊളി. ഏതായാലും ഇന്ന് പിടിക്കുക എന്നുള്ള ഫുൾ വാശിയിലാണ്. അപ്പോൾ കറക്റ്റ് ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ വരെയും കിട്ടിയിട്ടുണ്ട്. ഇനി ട്രൈ ചെയ്യാം. ഇനി നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. ഭായ് നല്ല ലക്കിയാണെന്നാണ് തോന്നുന്നത്. ഫുൾ ആകാംക്ഷയോടാണ്. ഏതായാലും നല്ല കൂട്ടുകാരെ കിട്ടിയോണ്ട് നമ്മൾ ചെല്ലുന്നിടത്തല്ല ഇതുപോലെ ഏതായാലും നല്ല കൂട്ടുകാരെ കിട്ടും. ഇവിടുത്തെ മനുഷ്യർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. അത്ര നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹിച്ചു കൊല്ലും. അതേസമയം ഇടഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയാനാണ്.
അതേ ഉള്ളൂ പ്രശ്നം. നമ്മൾ ഇടയാൻ പാടില്ല. അവരവരുടെ രീതിയിൽ തന്നെ നമ്മൾ അവരോട് പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, റെസ്പെക്റ്റോടെ പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യരും മോശക്കാരല്ല. അപ്പോൾ ബായ്, നമ്മുടെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇതുകൊണ്ട് തന്നെ കുറേ നേരം ട്രൈ ചെയ്തു. ഉടുപ്പൊക്കെ ഊരി കംപ്ലീറ്റ് പാൻറ്റും ഷർട്ടും ഒക്കെ ഊരി വെള്ളത്തിൽ ചാടി ഇറങ്ങി കംപ്ലീറ്റ് ട്രൈ ചെയ്തു. ഏതായാലും അടിപൊളി 2 ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടി. താങ്ക് യു, ബഹുത് അച്ഛാ ലഗാ ആപ്സെ മിൽക്കെ, ആപ്സെ ഭി മിൽക്കെ ബഹുത് അച്ഛാ ലഗാ. ഒരു നല്ലൊരു ടൈം ആയിരുന്നു, ഫിഷിംഗ് ടൈം ആയിരുന്നു. ഇവിടെ വേറൊരു പിക്നിക് സ്പോട്ട് ഉണ്ട്, അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മൾ മീനെ പിടിച്ചോണ്ടൊക്കെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. റോക്കി ഐലൻഡ്സിന്റെ അടിപൊളി സ്ഥലമാണ്. ഇതാണ് സാധാരണ എല്ലാവരും ഇവിടെയാണ് വരുന്നത്. നമ്മുടെ ടൂറിസ്റ്റ് ആൾക്കാരെല്ലാം മാക്സിമം ഇവിടെയാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഇതുപോലത്തെ റോക്സ്, ഇതുപോലെ വലിയ പാറ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു മൗണ്ടൻസിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഇത് നിൽക്കുന്ന ഈ സ്ഥലം. അതുകൊണ്ടാണ് ഇതിൻ്റെ റോക്കി ഐലൻഡ്സ് എന്ന് ഇതിന് പേരുള്ളത്. വെള്ളം നല്ല സൂപ്പർ ക്ലീൻ വാട്ടറാണ്. മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ് തിരിച്ച്. അപ്പോൾ ലൈറ്റ് ഇതാണ് ഹെഡ് ലൈറ്റ്. പക്ഷേ ടിയാഗോയ്ക്ക് ഒരു മോഡുണ്ട് കേട്ടോ, ഓഫ് റോഡ് മോഡ്. അതായത് നമ്മൾ ഓഫ് റോഡിന് വേണ്ടി പ്രത്യേകം ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. വേണ്ടേ, ഇതാണ് സംഭവം. ഇതങ്ങോട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ടിയാഗോ ഒരു ഓഫ് റോഡ് വണ്ടിയായി മാറുകയാണ്. ഡിഫറൻസ് നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. വേണ്ടേ, ഇതാണ് നമ്മുടെ ഓഫ് റോഡ് ലൈറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ HID പ്രൊജക്ടേഴ്സ് ആണ്, നമ്മുടെ HID പ്രൊജക്ടർ ലൈറ്റ്സ് ആണ്. അപ്പോൾ ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടുത്തുള്ള കുഴിയൊക്കെ ശരിക്കും കാണാം. ഇല്ലെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഒക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കുഴിയൊന്നും ശരിക്കും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വഴിയിലുള്ള കുഴിയും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഫോഗ് ലൈറ്റിന്റെ അവിടെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഹെഡ്ലൈറ്റിലല്ല, ഹെഡ്ലൈറ്റ് നമ്മുടെ നോർമൽ ഹാലജൻ ആണ്. ഫോഗ് ലൈറ്റ് ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് വലിയ ശല്യം ഉണ്ടാകാതെ താഴെ റോഡ് മാത്രം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുന്നു. ഫൈനലി നമുക്ക് ഏതായാലും താഴെ ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. എല്ലാവരും ഉണ്ട്, പിള്ളേരെല്ലാം നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഇന്ന് ഫുള്ള് വെള്ളത്തിൽ കളി. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഓർഡർ ചെയ്ത് നല്ല അടിപൊളി ബട്ടർ ചിക്കനും നമ്മുടെ തന്തൂരി റൊട്ടി എത്തിയിട്ടുണ്ട്. ഇനി അത് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കാരണം ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ സ്നാക്സ് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഒരു പ്രോപ്പർ മീൽ ഇപ്പോഴാണ് കഴിക്കുന്നത്. അപ്പം വീഡിയോ ഇതുവരെ കണ്ട് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇല്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ ടാറ്റ ചേട്ടൻ.